ഡ്രാഗൺ എന്ന സിനിമയുടെ റിലീസിന് പിന്നാലെ സോഷ്യൽ മീഡിയ ഇളക്കിമറിച്ചിരിക്കുകയാണ് കൈതു ലോഹർ എന്ന നായിക. ചിത്രത്തിൽ പല്ലവി എന്ന കഥാപാത്രത്തെയാണ് കൈതു അവതരിപ്പിക്കുന്നത്. മികച്ച പ്രതികരണമാണ് നടിയുടെ പ്രകടനത്തിന് ലഭിക്കുന്നത്. ഇന്റർവെല്ലിനോട് അടുക്കുമ്പോൾ സിനിമയിലെത്തുന്ന നടി തന്റെ പ്രകടനം കൊണ്ടും പ്രേക്ഷകരെ കയ്യിലെടുത്തിരിക്കുകയാണ്. തമിഴ്, മലയാളം, കന്നഡ, മറാത്തി ഭാഷയിൽ കൈതു ലോഹർ അഭിനയിച്ചിട്ടുണ്ട്. 2021 കന്നഡ ചിത്രമായ മുൾഗുപേട്ടിലൂടെയാണ് കൈതു അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ചിത്രത്തിൽ അപൂർവ എന്ന കഥാപാത്രമായി നടി അവതരിപ്പിച്ചത്. എന്നാൽ മലയാള സിനിമയായ 19-ാം നൂറ്റാണ്ടിന്റെ നടിക്ക് വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ ലഭിച്ചത്. ചിത്രത്തിൽ നങ്ങേലി എന്ന കഥാപാത്രമാണ് കൈതു ലോഹർ അവതരിപ്പിച്ചത്. വിനയൻ സംവിധാനം ചെയ്ത ഒരു പീരിയഡിക് ആക്ഷൻ ഡ്രാമയായിട്ടാണ് ഒരുങ്ങിയത്. ചിത്രത്തിൽ കൈതു ലോഹറിന്റെ പ്രകടനം നിറയെ കയ്യടികൾ നേടിയിരുന്നു. മോഹനൻ സംവിധാനം ചെയ്ത വിനീത് ശ്രീനിവാസൻ നായകനായി എത്തിയ ഒരു ജാതി ജാതകം എന്ന സിനിമയിലും കൈതു അഭിനയിച്ചിരുന്നു. പായല എന്ന കഥാപാത്രത്തെയാണ് നടി സിനിമയിൽ അവതരിപ്പിച്ചത്. ചിത്രം മാർച്ച് 14 മനോരമ മാക്സിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തും. തുടർന്ന് അല്ലൂരി, ഐ പ്രേം യു തുടങ്ങി മറാത്തി, തെലുങ്ക് സിനിമകളിലും കൈതു വേഷമിട്ടു. ഇപ്പോഴത്തെ ആഷിൻ മാരിമുത്തിന്റെ സംവിധാനത്തിൽ നടൻ പ്രദീപ് രംഗനാഥൻ നായകനായ ഡ്രാഗണിന്റെ കഥാപാത്രമായിട്ട് കൈതു സോഷ്യൽ മീഡിയയിൽ സെൻസേഷനായി മാറിയിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ നടിയുടെ ഫാൻ മെയ്ഡ് വീഡിയോകളാണ് വൈറലാകുന്നത്. അഥർവ നായകനായി എത്തുന്ന ഇതയം മുരളി എന്ന തമിഴ് ചിത്രമാണ് ഇനി കൈതുവിന്റെ പുറത്തിറങ്ങാനുള്ളത്. ജൂണിൽ ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.